തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തീപിടുത്തമുണ്ടായതിന് പിന്നാലെ 5 മരണങ്ങൾ സ്ഥിരീകരിച്ചതിൽ ആരോപണവുമായി ബന്ധുക്കൾ. തീപിടുത്തമുണ്ടായപ്പോൾ ജീവരക്ഷാ ഉപകരണങ്ങൾ മാറ്റിയതാണ് നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അതേസമയം രോഗികളുടെ മരണവും തീപിടുത്തവുമായി ബന്ധമില്ല എന്നാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ വിശദീകരണം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ സർജിക്കൽ ICU വെന്റിലേറ്ററിൽ അഗ്നിബാധയുണ്ടായത് ചൊവ്വാഴ്ചയാണ്. പിന്നാലെ ചികിത്സയിലുണ്ടായിരുന്ന രോഗികളെ മുഴുവൻ ഒഴിപ്പിച്ചെന്നും എല്ലാവരും സുരക്ഷിതരാണ് എന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ തൊട്ടടുത്ത മണിക്കൂറിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ബൈക്കിൽ നിന്ന് വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന നെയ്യാറ്റിൻകര സ്വദേശി സനീഷ്, ഓട്ടോ ഇടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ആയൂർ സ്വദേശി കൃഷ്ണൻകുട്ടി, കാർ ഓട്ടോയിലിടിച്ച് പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ അബ്ദുൾ റഹീം, വാഹനാപകടത്തിൽ പരിക്കേറ്റ ചിറയിൻകീഴ് സ്വദേശി ഓമനയമ്മ, ബാലരാമപുരം സ്വദേശി ശ്രീധരൻ എന്നിവരാണ് മരിച്ചത്. അപകടശേഷം നെയ്യാറ്റിൻകര സ്വദേശി സനീഷിന്റെ നില മെച്ചപ്പെട്ടിരുന്നുവെന്ന് ബന്ധുക്കൾ പറഞ്ഞു. പേഷ്യന്റിനെ ഇറക്കിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവനെ നമുക്ക് കാണാൻ പറ്റിയില്ല. വാർഡുകളിലൊക്കെ കയറി നോക്കി. ഉച്ച അടുപ്പിച്ച് നമ്മളിവനെ കൊണ്ടുവരണം. അത് കണ്ട് താഴെ കൊണ്ടുവന്നിട്ട് MIC 4 മാറ്റി. പിന്നെ അതിനുശേഷം ഒരു അറിവൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ സീരിയസ് ആണ്, അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചോ എന്ന് പറഞ്ഞു. എന്നാൽ മരണങ്ങൾ രഹസ്യമാക്കി വച്ച ആശുപത്രി അധികൃതർ മരിച്ചവരെല്ലാം ഗുരുതരാവസ്ഥയിലായിരുന്നുവെന്നാണ് ഇപ്പോൾ വിശദീകരിക്കുന്നത്. ഔദ്യോഗികമായ പ്രതികരണത്തിന് ഇതുവരെ ആശുപത്രി അധികൃതർ തയ്യാറായിട്ടില്ല. ജിബിൻ JB, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.